ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഈ പിണറായിയെ വിമർശിക്കുക, അതിന് സാംസ്കാരിക രംഗത്തുള്ളൊരു വ്യക്തി ഒരു അസാധാരണ മനുഷ്യനാകണം, അസാധാരണമായ ധൈര്യം അദ്ദേഹത്തിനുണ്ടാകണം, ഇങ്ങനെയൊക്കെ തോന്നുന്നു ഈ MTയുടെ വിമർശനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങളെ കാണുമ്പോൾ. അങ്ങനെ വിചിത്രമായി സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? വേണു, ഇതിൻ്റെ അകത്ത് നമ്മൾ എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഒരു എഴുത്തുകാരൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നിരീക്ഷണം മുഖ്യ തലക്കെട്ടായി മാറുന്നത്, ഒരു ചർച്ചാ വിഷയമായി മാറുന്നത്? അഴീക്കോടിന് ശേഷം ആരെങ്കിലും അതിനെ പറയാൻ ധൈര്യം കാണിച്ചിരുന്നു? ഇടക്കാലത്ത് BSL സമയത്ത് ദിനോസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു വളരെ ഈ ട്രോൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു കഥയും പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചാൽ, ഒരു രാഷ്ട്രീയത്തിനോട് എല്ലാ കാലത്തും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ, അത് വലിയ ചരിത്രം കേരളത്തിലുണ്ട്. നേരത്തെ CP ജോൺ, C തോമസിൻ്റെ കാര്യം പറഞ്ഞു, M ഗോവിന്ദനുണ്ട്. അങ്ങനെ വലിയൊരു നീണ്ട ചരിത്രം കേരളത്തിൽ രാഷ്ട്രീയത്തോട് വിമർശനം ഉന്നയിക്കുകയും അതിനോട് രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കുന്ന വലിയ ചരിത്രമുണ്ട്. അത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് നമുക്ക് ഇല്ലാതായി പോയതിന് ഒന്ന്, ഒരു തരത്തിൽ ഒരു ഉദാസീന മനോഭാവം, രണ്ട്, ഈ സൈബർ പോരാളികളെക്കുറിച്ചുള്ള ഭീതി, അവർ എന്ത് പറയുന്നാലും നേരത്തെ പറഞ്ഞാൽ വലിയ തെറി ഉന്നയിക്കുക. അതുകൊണ്ട് ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരും ഉന്നത എഴുത്തുകാരനും അഭിപ്രായം രേഖപ്പെടുത്തി നിർത്തിവെച്ചു. എല്ലാവർക്കും അഭിപ്രായമുള്ളവരാണ്, പക്ഷേ അവർ അഭിപ്രായം പറയുന്നത് നിർത്തിവെച്ചു. ഈ തെറി പറച്ചിൽ ആരും മോശമല്ല, കാര്യം എല്ലാവർക്കും അവരുടേതായ രീതിയിൽ തെറി പറച്ചാൻ കഴിവുള്ള ആൾക്കാരാണ്. വേറെ കാര്യം CPM മാത്രം പ്രത്യേകം കഴിവല്ല, അത് നമുക്കറിയാം. സംഘപരിവാർ സംഘടന ആൾക്കാർ എത്രമാത്രം പറയുന്നു, കോൺഗ്രസ് കുറച്ച് ഭേദമായിരിക്കും ആ കാര്യത്തിൽ, പക്ഷേ അവർക്കും ഉണ്ട് അവരുടേതായ ട്രോൾ സംഘം. അപ്പോൾ അതിന് വളരെ വ്യത്യസ്തമായിട്ട് MT കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നു MTയെ പോലെ ഉന്നതനായ എഴുത്തുകാരൻ. കാര്യം MT പറഞ്ഞാൽ അതിന് വലിയൊരു അതിൻ്റെ ഒരു ഗാംഭീര്യം ഉണ്ട്, അതിൻ്റെ പ്രസക്തിയുണ്ട്. MT അത്ര ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന എഴുത്തുകാരനാണ്, ഉന്നതനായ എഴുത്തുകാരനാണ്. പക്ഷേ MT ആദ്യമായിട്ടല്ല വിമർശനം ഉന്നയിക്കുന്നത്. MT മറ്റു പല എഴുത്തുകാരെ പോലെ, മുമ്പുള്ള എഴുത്തുകാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറയുമായിരുന്നില്ല. MT തനിക്ക് അനുഭവപ്പെടുകയും മൂർത്തമായ പ്രശ്നങ്ങൾ, കാര്യം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ മുത്തങ്ങ വെടിവെപ്പുള്ള സമയത്ത് MT അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോട്ട് നിരോധനത്തിന് സമയത്ത് MT അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. MTയാണ് നോട്ട് നിരോധനത്തിനെതിരെ ഇവിടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായം പറയുകയും അതിനൊരു വിമർശനം ഉന്നയിക്കുന്ന മുമ്പ് തന്നെ MT അഭിപ്രായം രേഖപ്പെടുത്തി. അതിൻ്റെ പുറത്ത് നമുക്കറിയാം പരിവാർ സംഘടനകൾ, അതിൻ്റെ പ്രവർത്തകരൊക്കെ MTയെ എമ്മാതിരിയാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത്ര വിമർശനം ഉന്നയിക്കാൻ മാത്രമല്ല, ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ MT സമഗ്രാധികാര വിമർശനം MT നടത്തിയിട്ടുണ്ട്, MTയുടെ ചിന്ത. അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം തോന്നുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആഗോളതലത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു വലതുപക്ഷവൽക്കരണം നടക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിന് ഏറ്റവും കാഷ്വാലിറ്റി വന്നിട്ടില്ല, ജനാധിപത്യത്തിനെ ഹനിക്കുന്ന വിധത്തിൽ വലിയ തോതിൽ, അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, വലിയ തോതിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഫിൻലാൻഡ് നടക്കുന്ന, അൾജീരിയ. എന്താണ് ഇതിൻ്റെ സ്വഭാവം? ആർബിട്രറി ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അതായത് തങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ടെന്നും ആ മാൻഡേറ്റ് അനുസരിച്ച് ഇഷ്ടമുള്ള ചെയ്യാവുന്ന ഒരു ആർബിട്രറി പല നിയമ. ഉദാഹരണത്തിന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയാൽ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കുകയാണ്. ഇതുപോലെ തങ്ങളുടെ മാൻഡേറ്റുകൾ അനുസരിച്ച് നമ്മുടെ ലോകായത്തെക്കുറിച്ച് ഇപ്പോൾ പ്രസിഡന്റ് മുമ്പാകെ ഇരിക്കുന്നു. അങ്ങനെ ആർബിട്രറി നിയമം നടപ്പാക്കാൻ ഒരു തോന്നൽ നമ്മുടെ ഭരണാധികാരികൾക്കും ഭരണ നേതൃത്വത്തിനും വന്നിരിക്കുന്നത്. കാര്യം മാൻഡേറ്റാണ് അവർ എപ്പോഴും ഉന്നയിക്കുന്നത്. ഞങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ട്, ഈ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ലഭിച്ചു പറഞ്ഞു. പക്ഷേ അതല്ല ജനാധിപത്യം, അതിൻ്റെ അടുത്ത് മാത്രം പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ ഇത് ഇങ്ങനെ സമഗ്രാധിപരമായ സ്വഭാവം പല സ്ഥലങ്ങളിലും പല വ്യവസ്ഥകളും പ്രകടമാവുന്നുണ്ട്. ഇതിനെതിരെ വിമർശനം പല സ്ഥലം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അത്ര വിമർശനം ഉയരുന്നതിന് സാഹചര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് കാലം നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രവണത വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ടേം കിട്ടി, വലിയ തോതിൽ മാൻഡേറ്റ് ഉണ്ട്, അംഗീകാരമുണ്ട്, പിണറായി വലിയ സ്റ്റേച്ചറിലെ നേതാവ്, ഇതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ മുൻനിർത്തിക്കൊണ്ട് വലിയ തോതിലൊരു വ്യക്തിപൂജ തലത്തിൽ കാണുന്നു. ഇപ്പോൾ നിങ്ങളെപ്പോഴും EMSനെ അന്നത്തെ കാലത്തും വലിയ ഉന്നതരായ നേതാക്കളുണ്ടായിരുന്നു. CPMന് 57 മുതൽ തന്നെ ആരെങ്കിലും EMSനെ സൂര്യൻ എന്ന് വിളിച്ചേക്കും. EMS അത്ര ഉയർന്ന ഒരു നേതാവായിട്ട് പോലെ ആരെങ്കിലും വിളിച്ചിരുന്നോ? CPMന് ഉന്നതരായ നേതാക്കൾ അവരാരെങ്കിലും സൂര്യനെന്നോ ദൈവം തന്ന വരദാനം എന്ന് വിളിച്ചിരുന്നുണ്ടോ? P സുന്ദരേനെ ആരെയും ദൈവം തന്ന വരദാനം വിളിച്ചിരുന്നോ? ബസവ പുന്നയെ വിളിച്ചിരുന്നോ? അപ്പോൾ ആരും വിളിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെ നടക്കുന്ന ഒരു എൻകറേജ്മെൻറ്റ്, അത് ഒരു തരത്തിൽ ഒരു വൾഗർ സ്വഭാവമുണ്ട്, ഒരു പബ്ലിക്കേഷൻ മോഡിലാണ് ഈ കാര്യം നടക്കുന്നത്. ഇതിനെതിരെ ഒരു സമൂഹത്തിൽ ഒരു പ്രതികരണം നിലനിൽക്കുന്നുണ്ട്. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ അങ്ങ് EMSനെ പറ്റി പറഞ്ഞു, സൂര്യൻ എന്ന അദ്ദേഹത്തെ ആരും വിശേഷിപ്പിച്ചിട്ടില്ല. EMS ആത്മകഥ എഴുതുന്നു, പിന്നെ ഒരു ഘട്ടത്തിൽ പറയുകയാണ്, എനിക്കിനി ആത്മകഥ എഴുതാൻ കഴിയില്ല, കാരണം ഞാൻ എഴുതുന്നത് ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രമാണ്. അപ്പോൾ അത്രയും നിർവ്യക്തികമായാണ് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ രൂപത്തിലാണ് ഇനി എൻ്റെ രചനകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞ് അതിൻ്റെ സ്വഭാവത്തിൻ്റെ സാമൂഹ്യ വശത്തെ തന്നെ ചൂണ്ടിക്കാട്ടി അതിലൂന്നുന്നത്. ഇന്നിപ്പോൾ ഈ MTയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ വന്ന 2 പ്രധാന പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയുടെ ഒരു പ്രത്യേകത, ഈ പത്രത്തിൻ്റെ 1-ാം പേജ് ദാമോദർ കണ്ടിട്ടുണ്ടാകുമല്ലോ.
അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. എം ടിയും ആയി ബന്ധപ്പെട്ട് പിണറായിയെ പറ്റിയുള്ള അധികാര വിമർശനം എന്ന പ്രയോഗം തന്നെ വെച്ചുകൊണ്ട് അധികാര വിമർശനം. അങ്ങനെ ഒരു മാധ്യമവും അത് ആ പ്രസംഗത്തെ അങ്ങനെ വിശേഷിപ്പിച്ച് കണ്ടില്ല. അതേ ഒന്നാം പേജിൽ കാണുന്ന വേറൊരു ചിത്രമുണ്ട്. അത് MV ഗോവിന്ദനും ബിനോയ് വിശ്വവും തിരൂർ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്നതാണ്. ആ തീവണ്ടി സ്റ്റേഷനിൽ രാത്രി 10 മണിക്ക് ഇരിക്കുകയാണ്. സിമന്റ് ബെഞ്ചിൽ ഒരു കുപ്പി വെള്ളം, 2 ബാഗ്. രണ്ടുപേരും ആ സിമന്റ് ബെഞ്ചിൽ ചമ്മറമണിഞ്ഞും കാലുമേ കാല് കയറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാരായ യാത്രികരെ പോലെ ഇരിക്കുകയാണ്. കേരളത്തിലെ 2 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിമാരാണ് അല്ലേ. 10 മണിക്ക് വരുന്ന ഈ പറയുന്ന മാവേലി എക്സ്പ്രസോ മറ്റോ ആ തീവണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരാണിവർ എന്ന് വ്യക്തമാവുകയാണ്. പക്ഷേ ഒരു വ്യക്തി മാത്രം ഇങ്ങനെ മാറുന്നു. ആ വ്യക്തിയുടെ പൂജാരിമാരായി ഇവരെല്ലാം മാറുന്നു. നേരത്തെ CP ജോൺ ചൂണ്ടിക്കാട്ടിയതുപോലെ അതെങ്ങനെ സംഭവിക്കുന്നു? അല്ല, രാഷ്ട്രീയ പ്രവർത്തകരുടെ വളരെ ജനകീയമായിട്ടുള്ള ജീവിതം, അവരുടെ നിസ്സുമായിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ കാര്യമൊക്കെ നമ്മൾ മുന്നിൽ ഒരുപാട് മാതൃകകളുണ്ട്. അതിപ്പോഴും കേരളത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, എന്താ പറയുക, കോൺഗ്രസ്സിലുണ്ട്. അതൊക്കെ ചിലപ്പോൾ BJPയിലും കാണും. അതിൽ പ്രത്യേകത തന്നെ നമ്മൾ മനസ്സിലാക്കുക, അത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന അധികാരയെ ബന്ധപ്പെട്ട തികച്ചും വ്യക്തിപരമായിട്ട് വിമർശനം കാണേണ്ടതില്ല. കാരണം ആരുടെയും ഭൂതകാലത്തെക്കുറിച്ചോ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചോ ഒന്നും ഇവിടെ MT ഉന്നയിക്കുന്നില്ല. MT പേര് പറയുന്നില്ല. പക്ഷേ MT സൂചിപ്പിക്കുന്ന കാര്യം വളരെ കൃത്യമാണ്. കാര്യം MT ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണെങ്കിൽ, ഇതിനകത്ത് വിമർശിച്ച ഒരാളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഐഡിയോളജി പറഞ്ഞ് MTക്ക് അവിടെ സംസാരിക്കാൻ, ഹിന്ദുത്വത്തെക്കുറിച്ച് പറയാം, അതിൻ്റെ വലതുപക്ഷവൽക്കരണത്തെക്കുറിച്ച് പറയാം, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതിനെക്കുറിച്ച് MTക്ക് വിമർശനം ഉന്നയിക്കാം. പക്ഷേ അതല്ല. ഇവിടെ പ്രസക്തമായിട്ട് മുഖ്യമന്ത്രി വേദിയിലുണ്ട്. മുഖ്യമന്ത്രി പ്രധാന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അമരത്തിരുന്ന ഒരാളാണ്. ഒരു കാലത്ത് എന്താ പറയുക, ആദർശ ബിംബമാണ് EMS. അപ്പോൾ EMSനെ മുൻനിർത്തിയും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു വരി നമ്മൾ ശ്രദ്ധിക്കണം. MT പറഞ്ഞത്, അതായത് വിമർശനങ്ങൾ നിഷേധിക്കുമ്പോൾ അതിൻ്റെ ശിഥിലീകരണം മനസ്സിലാക്കാതെ പോകുന്നു. എന്താണ് ശിഥിലീകരണത്തിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത്? അത് മനസ്സിലാക്കാതെ പോകുന്ന കാര്യം അത് നിഷേധിക്കുന്നതാണ്. ഈ നിഷേധാത്മക സമീപനം ഒരാൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ മാർക്സ് പാർട്ടി തന്നെ റെക്ടിഫിക്കേഷൻ ഡോക്യുമെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പലപ്പോഴും ഞാൻ പാർട്ടി സെക്രട്ടറിനെ പറഞ്ഞു കേട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ബൂർഷ്വാ സമൂഹം ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്തും നവലിബറൽവൽക്കരണ കാലത്തും സമൂഹത്തിൻ്റെ പലതരത്തെ ദൂഷിപ്പുകളും ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് കയറാം. ഇത് പലതരത്തിലും വരാവുന്ന കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു ഓസിഫിക്കേഷൻ പ്രോസസ് ഉണ്ടാവാം. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഇത്ര വിമർശനം ഉന്നയിക്കുമ്പോൾ അത് അതിൻ്റെ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അവർക്ക് നിഷേധിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നിരാകരിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ആർബിട്രറി ആയിട്ട് പവർ നിൽക്കുന്നു? ആ ആർബിട്രറി പവർ ഉദാഹരണത്തിന് പറയാതെ നമുക്കറിയാവുന്ന ഈ സമൂഹത്തിൽ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഇത് MT കക്ഷി രാഷ്ട്രീയ പ്രചോദിതമായിട്ട് പറയുന്ന ആളല്ല. MTക്ക് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, കക്ഷി രാഷ്ട്രീയ അജണ്ടയില്ല. അത് പക്ഷേ നാളെ കോൺഗ്രസ്സുകാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ BJPക്കാർ ഉപയോഗിക്കാം. അത് വേറെ. പക്ഷേ MT അവർക്ക് വേണ്ടി പറഞ്ഞതല്ല. MT രാഷ്ട്രീയ അജണ്ട വെച്ച് സംസാരിക്കുന്നതല്ല. MT ഒരു കാലത്താണ് ചെയ്തിട്ടില്ല. MTയുടെ പ്രശ്നം സമഗ്രാധികാര വിമർശനമാണ്. അതിൻ്റെ അകത്ത് എന്താണ് ലക്ഷ്യം വെച്ചുള്ളതിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യം വിശകലനം ചെയ്യാനുള്ള ഒരു ബാധ്യത കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, CPM മാത്രമല്ല, ഭരണത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി MT പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം എത്ര വിമർശനങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നപ്പോൾ ഭരണഘടനയുടെ 18ാം വകുപ്പൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് കൺഫർ ചെയ്യുന്ന ടൈറ്റിൽസ് പാടില്ലെന്ന് പറയുന്നു. ശരിയാണ്. അതിൻ്റെ ലിറ്ററൽ സെൻസിൽ ടൈറ്റിൽസ് പാടില്ല. വക്കീലായിട്ടുള്ള അദ്ദേഹമൊക്കെ ഉണ്ടല്ലോ, അഭിഭാഷകനെ, ലിറ്ററൽ സെൻസിൽ. പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് എന്താ? ഈ സിറ്റിസൺസിനെ വേർതിരിക്കുന്നത്. അപ്പോൾ പൗരപ്രമുഖർ എന്ന് പറയുമ്പോൾ കാറ്റഗറി ഉണ്ടാക്കുക. ഒരു കാലത്തൊരു വർഗ്ഗ സമരത്തെ അടിസ്ഥാനമായിട്ട് പാർട്ടിക്ക് എന്ത് പൗരപ്രമുഖർ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്ന സോവിയറ്റ് യൂണിയനിൽ പിന്നെ ഉണ്ടായിട്ടുണ്ട്, ഞാനില്ല പറയുന്നില്ല. പക്ഷേ അപ്പോൾ ഇത്തരം ഒരു സങ്കല്പം സൃഷ്ടിക്കുക, അവർ ജനത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് വിമർശിക്കുന്നവർ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം വിമർശിക്കുന്നവരല്ല താനും. ഇത് വിമർശിക്കുന്നവർ വാസ്തവത്തിൽ ശരി വിമർശിക്കുന്നവരല്ല. ശരി.